നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് കോൺഗ്രസിനോട് ചെയ്തത് കൊലച്ചതി. സണ്ണി ജോസഫ് തൻ്റെ സഹോദരി ഭർത്താവിനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാക്കി. ബന്ധുക്കളെയും സ്വന്തക്കാരെയും ഒക്കെ തിരികെ കയറ്റുന്ന നിരവധി മന്ത്രിമാരെ ഇപ്പോൾ നമുക്ക് മന്ത്രിസഭയിൽ കാണാം. ഇക്കഴിഞ്ഞ ദിവസം വൈകിട്ട് വൈദ്യുതി മന്ത്രിയുടെ സ്റ്റാഫ് അംഗങ്ങളുടെ വിവരം പുറത്തു വന്നു. അപ്പോഴിതാ സ്വന്തം സഹോദരി ഭർത്താവിനെ തന്നെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആക്കിയിരിക്കുന്നു സണ്ണി ജോസഫ്. കണ്ണൂർ ഉളിക്കൽ സ്വദേശിയും DCC ജനറൽ സെക്രട്ടറിയുമാണ് ബെന്നി തോമസ്. കോൺഗ്രസ് നേതാവാണ് ബെന്നി തോമസ്. അതുകൊണ്ട് അദ്ദേഹം അർഹിക്കുന്ന പരിഗണന നൽകി എന്ന് ചില കോൺഗ്രസ് നേതാക്കളെ കൊണ്ടൊക്കെ സണ്ണി ജോസഫ് പറയിക്കുന്നുണ്ട്. എന്നാൽ ബന്ധു നിയമനത്തിനെതിരെ ഇക്കഴിഞ്ഞ LDF സർക്കാരിനെതിരെ അതിശക്ത വിമർശനങ്ങൾ ഉയർത്തിയവരാണ് UDF നേതാക്കളെന്ന് സണ്ണി ജോസഫ് മറക്കരുത്. LDFിനെതിരെ വിമർശിച്ച അതേ മുന്നണി അധികാരത്തിലെത്തിയപ്പോൾ സ്വന്തം സഹോദരി ഭർത്താവിനെ തന്നെ പേഴ്സണൽ സ്റ്റാഫിൽ തിരികെ കയറ്റുന്നു. പേഴ്സണൽ സ്റ്റാഫിൽ 4 വർഷം സർവീസിൽ തുടർന്നാൽ ജീവിതാവസാനം വരെ പെൻഷൻ വാങ്ങാം. അതുകൊണ്ട് വലിയ ഇടിയാണ് കോൺഗ്രസിൽ. പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ നിയമനം മാത്രമല്ല, ഗവൺമെൻറ് പ്ലീഡർമാരുടെ നിയമനത്തിലും വലിയ തിക്കും തിരക്കും. കോൺട്രാക്റ്റ് അടിസ്ഥാനത്തിൽ നിരവധി തസ്തികകളുണ്ട്. PRDയിലൊക്കെ ഇഷ്ടം പോലെ. അത്തരം തസ്തികകളിൽ നുഴഞ്ഞു കയറാൻ ബന്ധുക്കളും സ്വന്തക്കാരുമൊക്കെ കോൺഗ്രസ് നേതാക്കൾക്ക് ചുറ്റും ഇടിക്കുന്നു. അധികാരത്തിലെത്തിയ മുഖ്യ പാർട്ടിയുടെ ആസ്ഥാനം KPCC ആസ്ഥാനം. പക്ഷേ KPCC ഓഫീസ് ഏറെക്കുറെ ഇപ്പോൾ ശൂന്യമാണ്. നേതാക്കളാരും അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മന്ത്രിയായി വാഴുന്നു. KPCC വർക്കിംഗ് പ്രസിഡന്റുമാർക്കും മന്ത്രിസ്ഥാനം വരെ ലഭിച്ചു. മുൻപും മിക്കവാറും KPCC അധ്യക്ഷന്മാർ പാർട്ട് ടൈമായാണ് KPCC അധ്യക്ഷ പദവിയിൽ തുടർന്നത്. ഇപ്പോൾ KPCC ആർക്കും വേണ്ട. സതീശന് ചുറ്റും ഒരു പ്രത്യേക വൃന്ദം രൂപപ്പെട്ടിരിക്കുന്നു. സതീശന് ചുറ്റും മാത്രമല്ല, മന്ത്രിസഭയിലെ മിക്ക മന്ത്രിമാർക്ക് ചുറ്റും ഇത്തരത്തിൽ ഒരു അനുചര വൃന്ദമുണ്ട്. അവർക്ക് വേണ്ടപ്പെട്ടവരും സ്വന്തക്കാരുമൊക്കെ അവരെ പൊതിഞ്ഞു നിൽക്കുന്നു. കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കോൺഗ്രസിന് വേണ്ടി വിയർപ്പൊഴുക്കി തെരുവിൽ കിടന്ന് അടികൊണ്ട നിരവധി പ്രവർത്തകർ പടിക്ക് പുറത്ത്. അവർക്ക് മന്ത്രിമാരുടെ അടുക്കലേക്ക് കടന്നു വരാൻ പോലും കഴിയുന്നില്ല. കാരണം മന്ത്രിമാരെ പൊതിഞ്ഞു നിൽക്കുന്ന അവരുടെ സിൽബന്ദികൾ. കോൺഗ്രസിൽ അധികാരത്തിലെത്തുമ്പോൾ തങ്ങൾക്കും ഒരിടം ലഭിക്കുമെന്ന് പലരും കരുതിയിരുന്നു. അവരൊക്കെ ഇപ്പോൾ പടിക്ക് പുറത്താണ്. പലരും നിരാശ ബാധിച്ച് അവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോയിരിക്കുന്നു. സതീശനും രമേശും ഒടുവിൽ KC വേണുഗോപാലും മുഖ്യമന്ത്രി പദത്തിന് ഇടിച്ചപ്പോൾ 3 പേർക്കും ഒപ്പം നിന്ന് നിരവധി പേർ സമൂഹ മാധ്യമങ്ങളിൽ പോരാടി. അങ്ങനെ മുഖ്യമന്ത്രി കസേര സതീശന് കിട്ടിയപ്പോൾ സതീശന് വേണ്ടി പോരാടിയവരൊക്കെ ഇപ്പോൾ പ്രധാന റോളുകളിലെത്തി. VD സതീശൻ്റെ പേഴ്സണൽ സ്റ്റാഫിലും കയറിക്കൂടിയതങ്ങനെ. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തെ ചൊല്ലി ഇപ്പോൾ പാർട്ടിയിൽ വലിയ കലഹമാണ് നടക്കുന്നത്. പ്രവർത്തകരൊക്കെ വലിയ നിരാശയിൽ. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഇപ്പോൾ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ നിയമന പ്രക്രിയ പോലും. സമൂഹ മാധ്യമങ്ങളൊക്കെ വളരെ ശക്തമായ കാലഘട്ടം. ആരെയെങ്കിലുമൊക്കെ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളായി നിയമിക്കുമ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ആ സ്റ്റാഫ് അംഗങ്ങളുടെ പൂർവ്വചരിത്രം ഉൾപ്പെടെ ചിലർ കുറിക്കുന്നു. പിന്നെ വാശി പിടിച്ച തർക്കമാണ്. ചില വിമർശനങ്ങളും ഉയരുന്നു. മിക്ക മന്ത്രിമാരുടെയും ഓഫീസുകളിലേക്ക് സ്വന്തക്കാരെ തിരികെ കയറ്റാൻ പല നേതാക്കളും കിണഞ്ഞു ശ്രമിക്കുന്നു. എന്നാൽ പ്രാദേശിക നേതാക്കളുടെ മുന്നിൽ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളായി ഏതെങ്കിലും തരത്തിൽ നിയമിക്കുമെന്ന പ്രതീക്ഷയിൽ ബയോഡേറ്റയുമായി അണിനിരക്കുന്ന നിരവധി ആളുകളുണ്ട്. ഈ പ്രാദേശിക നേതാക്കൾക്ക് ഈ പ്രവർത്തകരുടെ ബയോഡേറ്റയുമായി KPCCയിലേക്ക് വരാൻ കഴിയില്ല. അഥവാ KPCCയിലെത്തിയാൽ അവിടെ നാഥനില്ലാത്ത അവസ്ഥ ആരെ ഏൽപ്പിക്കും? സതീശനടുത്തേക്ക് മിക്ക കോൺഗ്രസ് നേതാക്കൾക്കും ഇപ്പോൾ അടുക്കാൻ കഴിയുന്നില്ല. അത്രയേറെ തിരക്കിലാണ് VD സതീശൻ. കോൺഗ്രസ് മന്ത്രിമാർക്കിടയിൽ ഒരു ഏകോപനമില്ല. KPCC അധ്യക്ഷൻ മന്ത്രിമാരെയൊക്കെ വിളിച്ചു ചേർത്ത് ഒരു മീറ്റിംഗ് ഇതുവരെ നടത്തിയിട്ടില്ല. എന്തിനേറെ നിയമസഭാ കക്ഷി യോഗം പോലും ചേരുന്നില്ല. UDFന് ഒരു ഏകോപന സ്വഭാവം പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. അധികാരം കുറച്ചു പേർക്ക് കിട്ടിയതോടെ അവരൊക്കെ വലിയ അധികാര തുരുത്തായി മാറി. മുൻപും ആൾക്കൂട്ട പാർട്ടി തന്നെയായിരുന്നു കോൺഗ്രസ്. എന്നാൽ ഇക്കുറി UDF അധികാരത്തിലെത്തുമ്പോൾ എല്ലാത്തിനും ഒരു മാറ്റം വരുമെന്ന് പൊതുവെ UDF പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരുമൊക്കെ കരുതി. എല്ലാം വെറുതെ. നിയമസഭയിലെ പ്രസംഗങ്ങൾ, പുറത്ത് മാധ്യമ സമ്മേളനങ്ങളിലെ തിളക്കം. VD സതീശന് ജനങ്ങളുടെ മനസ്സിൽ വലിയ സ്ഥാനമുണ്ട്. എന്നാൽ ഈ ഇമേജിനപ്പുറം കാര്യക്ഷമമായി ഭരണം നടത്താൻ VD സതീശന് കഴിയുമോ? കോൺഗ്രസ് വെറുമൊരു ആൾക്കൂട്ട പാർട്ടിയാണ് എന്ന് പരിഹസിക്കുമ്പോൾ അത്തരം ആൾക്കൂട്ട ജൽപ്പനങ്ങൾക്ക് ചെവി കൊടുക്കാറുണ്ട് എന്നത് വാസ്തവം. എന്നാൽ ഇക്കുറി അതൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു. മിക്ക മന്ത്രിമാരുടെയും ഓഫീസുകൾ വലിയ തുരുത്തായി മാറി. അങ്ങോട്ടേക്ക് മറ്റുള്ളവർക്ക് വലിയ പ്രവേശനമില്ല. ആ മന്ത്രിമാരുടെ സ്വന്തക്കാരും ഇഷ്ടക്കാരുമൊക്കെ ചുറ്റും വളഞ്ഞു പുളഞ്ഞു നിൽക്കുന്നു.
ഒരു കാര്യം വ്യക്തമാണ്, മന്ത്രിമാർ ആരെയെങ്കിലുമൊക്കെ സ്റ്റാഫാക്കി അങ്ങ് നിയമിച്ചാൽ അവരെ ചുറ്റിപ്പറ്റി ധാരാളം ചാരക്കണ്ണുകളുണ്ട് എന്ന് അവർ തന്നെ ഒന്ന് കരുതിക്കോളൂ. ഭൂരിഭാഗം മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ നിയമനം പൂർത്തിയാകാതെ കിടക്കുന്നു. പലർക്കും പലരുടെ സ്വന്തക്കാരെ തിരികെ കയറ്റണം. അത് വലിയ പുലിവാലാകുമെന്ന് പേടിച്ചാണ് ഇപ്പോൾ പമ്മി നിൽക്കുന്നത്. പുതുതായി മന്ത്രി പദവിയിലെത്തിയവർ ഒട്ടനവധി. മുതിർന്ന നേതാക്കളൊക്കെ തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളാക്കാൻ ശ്രമിക്കുന്നു. ചില മന്ത്രിമാർക്ക് പ്രധാന തസ്തികയായ പ്രൈവറ്റ് സെക്രട്ടറിമാരുടെ നിയമനം പോലും ഇതുവരെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. LDF ഭരണത്തിൽ AKG സെന്ററിന് വലിയ നിയന്ത്രണമുണ്ടായിരുന്നു. മന്ത്രിമാരുടെ പേഴ്സണൽ സെക്രട്ടറിമാരെ നൽകിയിരുന്നത് AKG സെന്ററിൽ നിന്ന്. ഈ പേഴ്സണൽ സെക്രട്ടറിമാർ മന്ത്രിമാരുടെ ഓഫീസിൽ നടക്കുന്ന അനുദിന കാര്യങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് ചട്ടം. എന്നാൽ ഈ റിപ്പോർട്ടിംഗ് പലപ്പോഴും മുഖ്യമന്ത്രിയുടെ സ്റ്റാഫായ CM രവീന്ദ്രന് മുന്നിലാണ് എന്നത് മറ്റൊരു വാസ്തവം. CM രവീന്ദ്രനും ശശിയുമൊക്കെ ചേർന്ന് ഈ PS-മാരെ കൃത്യമായി നിയന്ത്രിച്ചിരുന്നു എന്നതാണ് അതിലെ ഒരു പ്രത്യേകത. ഇപ്പോൾ നിയന്ത്രണവുമില്ല, ഒരു മണ്ണാങ്കട്ടയുമില്ല. ഏതെങ്കിലും ഒരു മന്ത്രിയുടെ സ്റ്റാഫ് ലിസ്റ്റ് തയ്യാറാക്കി വരുമ്പോഴേക്കും ചില അംഗങ്ങൾക്ക് മുൻപ് മറ്റു ചില രാഷ്ട്രീയ കക്ഷികളുമായി ബന്ധമുണ്ടായിരുന്നു എന്നൊക്കെ ആരോപണങ്ങൾ ഉയർന്നു വരുന്നു. ഇന്ന് നിയമസഭാ സമ്മേളനം തുടങ്ങിയിരിക്കുന്നു. എന്നാൽ മന്ത്രിമാർക്ക് ഏറെ സഹായം ചെയ്യേണ്ട പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ നിയമനം പോലും ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല. നിയമസഭയിൽ വരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി തയ്യാറാക്കി നൽകേണ്ടതും അതിൻ്റെ വിശദാംശങ്ങൾ നൽകേണ്ടതുമൊക്കെ അതത് വകുപ്പുകളാണ്. എങ്കിലും ഇതൊക്കെ ഏകോപനത്തോടെ കൊണ്ടുപോകണമെങ്കിൽ കൃത്യമായ പേഴ്സണൽ സ്റ്റാഫുകൾ വേണം. മുഖ്യമന്ത്രി VD സതീശൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, ആരോഗ്യമന്ത്രി എന്നിവരുടെയൊക്കെ വകുപ്പുകളിൽ ഇപ്പോൾ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ നിയമനം പൂർത്തിയാക്കി. മുസ്ലിം ലീഗ് ഏറെക്കുറെ സുതാര്യമായി മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ നിയമിക്കുന്നു. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളാകാൻ അപേക്ഷകൾ ക്ഷണിച്ചിരുന്ന മുസ്ലിം ലീഗ് ഏകദേശം 5000-ഓളം അപേക്ഷകൾ കിട്ടി. 2 പേരെ വെച്ച് ഒന്ന് സ്ക്രൂട്ടിനി നടത്തി. അങ്ങനെ 150 പേരുടെ വിവരങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ഈ 150 പേരിൽ പലരുടെയും ഇഷ്ടക്കാരെയും സ്വന്തക്കാരെയും ഒക്കെ തിരികെ കയറ്റി എന്നത് വേറെ കാര്യം. ഇനി 5 മന്ത്രിമാരാണുള്ളത്. 30 സ്റ്റാഫ് അംഗങ്ങളെ വരെ ഒരു മന്ത്രിക്ക് നിയമിക്കാം. അത്തരത്തിൽ നിയമിക്കാനുള്ള സ്വാതന്ത്ര്യം മന്ത്രിക്ക് നൽകി. എന്നാൽ PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു തനിക്ക് പ്രിയപ്പെട്ടവരായ ഒരു 7 പേരെ സ്റ്റാഫിൽ വേണമെന്ന്. അങ്ങനെ കുഞ്ഞാലിക്കുട്ടിക്ക് ഒരു പ്രത്യേക എക്സെപ്ഷൻ പാർട്ടി കൊടുത്തു. വൈദ്യുതി പരിസ്ഥിതി മന്ത്രി സണ്ണി ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് 2 അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാർ ഉൾപ്പെടെ 13 പേരെ കൂടി നിയമിച്ചു. അതിൽ ബെന്നി തോമസ് ആണ് ഇപ്പോൾ വിവാദങ്ങളുടെ ഒരു വലിയ പൊടിപൂരം തീർത്തിരിക്കുന്നത്. ജലസേചന മന്ത്രി മോൻസ് ജോസഫ് തന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി കടുത്ത അഡ്മിനിസ്ട്രേറ്റീവ് പരിചയമുള്ള റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥൻ A. അലക്സാണ്ടറെ നിയമിച്ചു. ഗതാഗത മന്ത്രി CP ജോണിന്റെ ഓഫീസിലേക്ക് സഹകരണ ബാങ്ക് ഉദ്യോഗസ്ഥരായ PM അഷ്റഫ്, സുനിൽകുമാർ എന്നിവരെ ഡെപ്യൂട്ടേഷനിൽ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിമാരാക്കി നിയമിച്ചു. കൃഷിമന്ത്രി T. സിദ്ദിഖിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി N. ഗോപകുമാറും അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയായി അബ്ദുൾ മജീദും ഉൾപ്പെടെ 4 പേർ ചുമതലയേറ്റു. ആരോഗ്യ ദേവസ്വം മന്ത്രി K. മുരളീധരന്റെ ഓഫീസിൽ K. ഗോവിന്ദരാജ് ഉൾപ്പെടെ 3 പേരെ കൂടി നിയമിച്ചു. വലിയ തലവേദനയാണ് ഒരു വശത്ത് മന്ത്രിമാർ നേരിടുന്നത്. എന്നാൽ മറുവശത്ത് അർഹരായ പലരും ഇവിടെ തഴയപ്പെടുന്നു. പ്ലാനിംഗ് ബോർഡിലേക്കും മറ്റ് പ്രധാന തസ്തികകളിലേക്കുമൊക്കെ ആളുകളെ നിയമിക്കേണ്ടിയിരിക്കുന്നു. പലർക്കും അമിതമായ താല്പര്യവും സ്വജനപക്ഷപാതവും ഉണ്ട് എന്ന് വ്യക്തം. തുടക്കത്തിൽ തന്നെ ഒരുപാട് പേരുടെ കണ്ണീർ വീഴുന്നു, ഒരുപാട് സങ്കടങ്ങളും. അർഹിക്കുന്ന പലർക്കും അവരെ അർഹിക്കുന്ന അംഗീകാരം ലഭിക്കുന്നില്ല എന്നത് വാസ്തവമാണ്. ഇതൊക്കെ ആരുടെ അടുക്കൽ പോയി പറയാൻ? ഒരു നാഥനില്ല കളരിയായി KPCC മാറിയിരിക്കുന്നു. KC വേണുഗോപാൽ തന്റെ പക്ഷത്തുള്ള മന്ത്രിമാരുടെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നുണ്ട്. അവരാരും മുഖ്യമന്ത്രി VD സതീശനുമായി യാതൊരുവിധ കൂടിയാലോചനകളും നടത്തുന്നില്ല. VD സതീശന്റെ ഓഫീസ് നേരത്തെ പ്രൈവറ്റ് സെക്രട്ടറിമാരെ ഓരോ മന്ത്രിമാരും നിയമിക്കുമ്പോൾ അക്കാര്യം തങ്ങളെ മുൻകൂട്ടി അറിയിക്കണമെന്ന് നിഷ്കർഷിച്ചിരുന്നു. അതൊക്കെ തദൈവ. രമേശ് ചെന്നിത്തല ഒരു തുരുത്തിൽ, മറുവശത്ത് KC വേണുഗോപാൽ പക്ഷം നയിക്കുന്ന മന്ത്രിമാർ. അതിനുമപ്പുറത്ത് VD സതീശൻ തന്റെ ഏറ്റവും അടുപ്പക്കാരെ ഒപ്പം നിർത്തിയാണ് മുന്നോട്ടുള്ള ജൈത്രയാത്ര. ഒറ്റയാൻ പോക്കാണ് സതീശന്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങൾ അദ്ദേഹത്തിനേറെ പ്രിയപ്പെട്ടവരായി, വർഷങ്ങൾ അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിക്കുന്നവർ. എന്നാൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അവരർഹിക്കുന്ന തലത്തിൽ ഒരു നിയമനത്തിന് VD സതീശൻ പോലും ശ്രമിച്ചിട്ടില്ല. എന്നും കോൺഗ്രസിനെ കുറിച്ചുള്ള ആക്ഷേപം ഇതുതന്നെയാണ്. ഭരണം കിട്ടിയാൽ കുറച്ച് വേണ്ടപ്പെട്ടവർക്കും സ്വന്തക്കാർക്കും വേണ്ടി മാത്രം കാര്യങ്ങൾ ചെയ്യും. അതുതന്നെയാണ് ഈ ആരംഭഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അടിമുടി ഒരു തിരുത്ത് വരുത്തിയില്ല എങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ പപ്പടം പൊട്ടുന്നത് പോലെ എല്ലാം പൊട്ടും എന്ന് VD സതീശനടക്കം എല്ലാവരും ഓർത്താൽ നല്ലത്. സ്വന്തക്കാരെയും സ്വജനപക്ഷക്കാരെയും തിരികെ കയറ്റാനല്ല,
മറിച്ച് അർഹരായവർക്ക് പ്രാതിനിധ്യം ഉറപ്പിക്കാനാണ് ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.